ഏവർക്കും സ്വാഗതം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. സൂര്യദേവൻ്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനായും, എന്നാൽ മറിച്ച് തിന്മ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ശിക്ഷകനായുമാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത്. ജ്യോതിഷം അനുസരിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ഗ്രഹമാണ് ശുക്രൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രണയം, വിവാഹം, സൗന്ദര്യം, സുഖസൗകര്യങ്ങൾ എന്നിവയുടെ ഒക്കെയും ദേവനായിട്ട് കണക്കാക്കപ്പെടുന്ന ദേവനാണ് സാക്ഷാൽ ശുക്രൻ. ഈ ശനി, ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളും രാശിമാറ്റത്തിന്, അതായത് രണ്ടാമത്തെ രാശിമാറ്റത്തിന് ഒരുങ്ങുകയാണ് മാർച്ച് മാസത്തിൽ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ജനുവരിയിലാണ്. ഇനി മാർച്ച് മാസത്തിലാണ് 30 വർഷങ്ങൾക്ക് ശേഷം ശനിയും ശുക്രനും രണ്ടാമത്തെ രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഫലമായി ഭാഗ്യം തെളിയാൻ പോവുകയാണ് 3 രാശിയിൽ ജനിച്ച 9 നക്ഷത്രക്കാർക്ക്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്, ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യങ്ങളാണ് ഇവർക്ക് എത്തിപ്പെടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ചാനൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. ശനി, ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളുടെ രണ്ടാമത്തെ ഈ സംയോഗം അല്ലെങ്കിൽ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുഭവത്തിൽ വരുന്നതെന്ന്. ആദ്യത്തെ രാശി ഇടവമാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇവർക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിരിക്കും. മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സാധിക്കാനായി കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ജോലി ലബ്ധി, സ്വദേശത്താവാം വിദേശത്താവാം. കാരണം ഇവിടെ അനുഗ്രഹം ചൊരിയുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ സുഖ സൗകര്യങ്ങളുടെ, ആർഭാടത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെയും കൊണ്ടുതരുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആർഭാടകരമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് ശനി ശുക്ര സംയോഗത്താൽ ഇവിടെ സംഭവിക്കുവാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വദേശത്തോ വിദേശത്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധേനയുള്ള ജോലി, അങ്ങനെ കർമ്മമേഖല ഉയർച്ച, നല്ല രീതിയിലുള്ള ശമ്പളം ലഭിക്കാനുള്ള ഭാഗ്യം ഇതൊക്കെയുമായിരിക്കും ഇതിൻ്റെ ഫലമായി സിദ്ധിക്കാൻ പോകുന്നത്. ഇനി വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെയും മാറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ബിസിനസ് വിപുലീകരിക്കാൻ ഈ മാർച്ച് മാസത്തിൽ സാധിക്കുന്നതാണ്. അതിനൊക്കെ ഏറ്റവും ഗുണം പ്രദാനം ചെയ്യുന്നത് ശുക്രൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. കാരണം സുഖസൗകര്യങ്ങൾ, ആർഭാടങ്ങൾ, ആനന്ദകരമായ ജീവിതം ഇതൊക്കെയും നയിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രൻ ഇവിടെ ഗുണകരമായ രീതിയിൽ വർത്തിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് വളരെ വലിയ രീതിയിൽ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി ഇടവം രാശിക്കാരായ ആളുകൾക്കുണ്ടാകുന്നുണ്ട്. ഈ 3 രാശിയിൽ ജനിച്ച ആളുകൾക്കുമുള്ളൊരു പ്രത്യേകത ഈ അവസരങ്ങൾ, അതായത് മാർച്ച് മാസം മുതൽ ഈ 2 ഗ്രഹങ്ങളുടെ 30 വർഷത്തിന് ശേഷമുള്ള ഈ രാശിമാറ്റം നിമിത്തം മക്കൾക്കായിരിക്കും വളരെ വലിയ രീതിയിലുള്ള ഭാഗ്യം സിദ്ധിക്കാനായി പോകുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ മക്കൾക്ക് അവർക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഇടവം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി പഠിക്കാനുള്ളൊരു ഭാഗ്യം, ആ സ്കൂൾ, നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ അഭിമാനമായി മാറാൻ, അഭിമാന താരമായി മാറാനുള്ള, ഒരു സ്റ്റാറായി മാറാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. കാരണം രക്ഷകനായ ഒരു ഗ്രഹമാണ് ശനിദേവൻ. നമ്മൾ തെറ്റു ചെയ്താൽ മാത്രമേ അദ്ദേഹം അവിടെ ശിക്ഷിക്കുകയുള്ളൂ. ശരി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല നമ്മൾക്ക് യഥാവിധി നല്ല കാര്യങ്ങൾ നൽകുന്നതിനായി. ഇവിടെ അനുഗ്രഹഭാവത്തിലെത്തിയതിനാൽ തന്നെ സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. സ്വർണ്ണാഭരണ ലബ്ധി കാണുന്നുണ്ട്. അത് സമ്മാനമായിട്ടാകാം, അല്ലെങ്കിൽ സ്വന്തം ധനം കൊണ്ട് തന്നെ വാങ്ങിക്കുക എന്നത്. അപ്പോൾ അവിടെ കയ്യിലേക്ക് ധനം എത്തുകയും അതുവഴി ആർഭാടം കാണിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ശുക്രൻ്റെ അനുഗ്രഹവും നിമിത്തവും ഉണ്ടാകുന്നുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനമാകാം,
അതായത് പണമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ, ചിലപ്പോൾ ആളുകൾക്ക് കടം കൊടുത്ത് അതിന് കിട്ടാത്ത അവസ്ഥയിലാകാം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, എവിടെയാണോ പോയി ഏതാണോ പോയെന്ന് അറിയില്ല, ഇപ്പോൾ ഒരുപാട് നാളിന് മുമ്പ് പോയതാണെങ്കിൽ ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായി ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ മാർച്ച് മാസത്തിന് ശേഷം അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. കാരണം അതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. എടുത്തു വെച്ച വ്യക്തി, അതായത് സ്വർണം ആയിരിക്കും, പണമായിരിക്കും, നിങ്ങളുടേതാണെന്ന് അറിഞ്ഞിട്ടും എടുത്ത് ചിലപ്പോൾ സൂക്ഷിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ ആരുടെയാണോ എന്ന് തിരക്കി നടക്കുന്നതാണ്. എങ്ങനെയായാലും മാർച്ച് മാസത്തിന് ശേഷം ഇടവം രാശിക്കാരെ ആളുകളുടെ ധനം പണമായിട്ടാണോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണമായിട്ട് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ തിരികെ ലഭിക്കുവാനുള്ളൊരു ഭാഗ്യം കൂടി ഇവിടെ സിദ്ധിക്കുന്നതാണ്. മകരമാണ് അടുത്ത രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു ഉറപ്പ്, ഒരു അടിത്തറയുണ്ടാകുന്ന സമയമാണ്. നമ്മൾ പറയാറുണ്ട് മുന്നോട്ട് എങ്ങനെയൊന്നും അറിയുന്നില്ല, സാമ്പത്തികമായി ആകെ ഒരു അരക്ഷിതാവസ്ഥയെന്ന്. പക്ഷേ ഇവിടെ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. മാർച്ച് മാസത്തോടു കൂടി സാമ്പത്തികമായൊരു ഉറപ്പുണ്ടാകും. നമ്മൾക്ക് ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കുക, അതായത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ കാലുകൊടുത്ത് ഉറച്ച് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് പതിയെ തല ഉയർത്തി നിൽക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തികമായ ഒരു ബേസ് കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക്. മക്കൾ നിമിത്തം നിങ്ങൾക്കും മകരം രാശിക്കാരെ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതേപോലെ തന്നെ അസുഖങ്ങളാൽ വലയുന്ന ആളുകളുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കൂടി. കാരണം ഇവിടെ ശുക്രൻ കൂടി അനുഗ്രഹത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കേണ്ട ഒരു ഭാഗ്യമാണ്. അപ്പോൾ അസുഖങ്ങളാൽ വല്ലായ്മയായിട്ട് വിഷമിച്ച് കരഞ്ഞു താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയല്ല. സുഖത്തോടുകൂടി ആർഭാടത്തോടുകൂടി ജീവിതം നയിക്കണം എന്നൊരു ഭാഗ്യമാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. പങ്കാളിയുടെ ഒരു പിന്തുണ, അതായത് കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിള്ളലുകളും ബുദ്ധിമുട്ടുകളും മാറി സന്തോഷത്തോടുകൂടി പങ്കാളിയുടെ പിന്തുണയോടുകൂടി സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ശുക്രൻ അനുഗ്രഹത്തിൽ വരുന്നു. പ്രണയത്തിൻ്റെ ദേവനാണ്, അതായത് ഇഷ്ടത്തിൻ്റെ ദേവനാണ്. മനസ്സിൽ പരസ്പരം അനുരാഗം ഉളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദേവൻ കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ പങ്കാളിയുമായി സന്തോഷകരമായ ജീവിതം നയിക്കാനായി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വിധേനയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. കാരണം നമ്മൾ പറയാറുണ്ട്, അവനെ കണ്ടു പഠിക്കുക, അല്ലെങ്കിൽ അവളെ കണ്ടു പഠിക്കുക, അവൻ്റെ നേട്ടം കണ്ടോ, അവൻ്റെ ഉയർച്ച കണ്ടോ, ഒന്നുമില്ലാത്തയിടത്ത് നിന്ന് അവൻ ഈ ഇത്രയും നേട്ടങ്ങൾ കീഴടക്കി എന്നൊക്കെ നമ്മൾക്ക് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഇത് ഇനി ഉണ്ടാകാൻ പോകുന്ന വളർച്ച കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ നിങ്ങളെ സാധിക്കുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം, ഭൂമി വാങ്ങിക്കാനൊക്കെയുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് സിദ്ധിക്കുന്നതായിരിക്കും മാർച്ച് മാസം മുതൽ. അതുകൊണ്ട് തന്നെ സന്തോഷമായിരിക്കൂ. വളരെ നല്ലൊരു വർഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കുംഭമാണ് അടുത്ത രാശി. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിലുള്ളത്. അവിചാരിതമായി സന്തോഷകരമായ വിധേനയുള്ള പല കാര്യങ്ങളും സംഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് സഡൻലി സംഭവിച്ചതാണ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളായി ഇതൊക്കെ നടക്കണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സംഭവിക്കുമോ എന്നറിയില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന വിധേനയുള്ള പല കാര്യങ്ങളും നടക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. വളരെ വലിയ തോതിലുള്ള സന്തോഷവർദ്ധനവാണ് ഈ സമയത്ത് കാണുന്നത്. കാരണം നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലം തരാനായി ഇവിടെ ശനിദേവൻ അനുഗ്രഹത്തിൽ വരുന്നുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ ശുക്രനും അനുഗ്രഹത്തിൽ വരുന്ന സമയമായി തന്നെ ധനം വന്നു ഭവിച്ചേ മതിയാവൂ, നിങ്ങളിലേക്ക് ധനം എത്തപ്പെട്ടേ മതിയാവൂ എന്ന സമയമാണ്. ബാധ്യതകൾ അകലുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ മുതിർന്ന ആളുകളൊക്കെ ചെയ്തു വെച്ച ബാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിനായുള്ള അങ്ങനെ വിധേനയുള്ള പല ബാധ്യതകളും ഇപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരു വാളായി നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഇങ്ങനെ തീർക്കണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത്, അവിചാരിതമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പല വിധേന ഭാഗ്യങ്ങളും നിങ്ങളെ എത്തുകയും ബാധ്യതകളൊക്കെ ഒഴുകാൻ അല്ലെങ്കിൽ ബാധ്യതകളിൽ നിന്ന് മുക്തരാവുവാനൊക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. സമ്പത്ത്, വീട് ഇതൊക്കെയും നിങ്ങൾക്ക് വന്നു ചേരേണ്ട സമയമാണ്. വാഹന ഭാഗ്യം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വളരെയേറെ പരിശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ. പരിശ്രമം വളരെ വലിയ തോതിലുണ്ട്, പക്ഷേ ഫലം ലഭിക്കാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റമുണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കും കുംഭം രാശിക്കാരായ ആളുകൾക്കും മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ മാർച്ച് മാസം മുതൽ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അഭിവൃദ്ധിയുടെ സമയമാണ്. സർവ്വമേഖല വിജയമാണ് ഈ സമയത്ത്. ഏത് മേഖലയിൽ ചെന്നൊട്ടാലും വെറുതെ ഏതെങ്കിലും ഒരു തൈ അങ്ങോട്ട് നട്ടുവെച്ചാലും അതിൽ നിന്നും നിങ്ങൾക്ക് ഫലം സിദ്ധിക്കുന്ന വിധേനയുള്ള പല
ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി ഈ 2 ഗ്രഹങ്ങൾ നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഗ്യസമയമാണ്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. ബാക്കി പകുതി ഭഗവാൻ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തോടു കൂടി ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. നന്ദി.